ആ മുഖത്ത് സന്തോഷം കണ്ടു. കുറച്ച് ദിവസമായി അവൻ എന്നോട് ഈ സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനമാണെന്ന് അവൻ തന്നെ നിങ്ങളോട് പറയുമേ. ഒരു സെക്കൻഡ്, ഇപ്പം കേൾപ്പിച്ചു തരാം. വോയിസ് ഓവർ പറയല്ലേ, ഇനി അതങ്ങ് പറയണം. സ്റ്റേക്ക് ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുൻപേ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന സ്റ്റേക്കിനെ കൂട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ടേബിളിൽ വെച്ചിട്ട് അതിലേക്ക് പെപ്പർ പൗഡറും സോൾട്ടും ചേർത്ത് 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. നീ ഉപ്പിടാൻ വന്നതാണെടാ, അതേ വരുന്ന അടുത്തത്. ഓ, ഷെഫ് ഹാൻഡും കൊണ്ടാണോ വരവ്? അവൻ പറയുന്ന ഈ ഷെഫ് ഹാൻഡിൽ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഷെഫ് ഹാൻഡ് ഉപയോഗിച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിന് ടേസ്റ്റ് കൂടുമെന്ന്. ഉള്ളതാണോ എന്തോ. എന്തായാലും നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാക്കി ഒരു പിശുക്കും കാണിക്കാതെ ബട്ടർ അതിലേക്ക് ഇടുക. ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്റ്റേക്കിനെ കിടത്തി ഇപ്പുറവും അപ്പുറവും വശങ്ങളും നന്നായി മൊരിഞ്ഞ് വരുന്നതിലേക്ക് കുറച്ച് ഗാർലിക് അരിഞ്ഞതും ചേർത്ത് കൂട്ടി മൊരിച്ച് 5-10 മിനിറ്റ് എടുത്ത് കൂളാക്കാൻ വയ്ക്കാം. നമ്മൾ ഈ 5-10 മിനിറ്റ് എടുത്ത് കൂളാക്കാൻ വെക്കുന്ന സമയം കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഈ 5-6 വിസിലടിച്ചിട്ടും ചിലപ്പോൾ വേകാത്ത ബീഫ് വേകുന്നത്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പോലും എനിക്കറിയത്തില്ല. കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ അവസാനം വരെയും ഇത് ഒരു പാനിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാനം അവൻ്റെ ഈ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതൊരു ശരാശരി മലയാളി അമ്മയുടെ വെറും ആശങ്കയായി.